بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله. وعن أبي المليح النبي أن رجلا من أصحاب النبي صلى الله عليه وسلم كان رديفه على دابة فعثرت بهما الدابة فقال الرجل تعس الشيطان فقال النبي صلى الله عليه وسلم لا تقل تعس الشيطان فإن عند ذلك يتعاظم حتى يكون ملء البيت ولكن قل بسم الله فإن يصغر عند ذلك حتى يكون مثل الذباب. അബുൽ മുലൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾപ്പെട്ട ഒരാൾ നബി തങ്ങളോടൊപ്പം വാഹനത്തിൽ പുറകിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒന്നുകിൽ കഴുതയാകാം അല്ലെങ്കിൽ കുതിരയാകാം. ഇവിടെ വാഹനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ആവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അധികം യാത്ര ചെയ്തിരുന്നത് രണ്ട് വാഹനങ്ങളിലാണ്. ഒന്ന് തങ്ങളുടെ ഒരു കഴുത, മറ്റൊന്ന് റസൂലുള്ളാഹി തങ്ങൾ യാത്ര ചെയ്തിരുന്നത് ഒട്ടകപ്പുറത്താണ്. യുദ്ധം പോലുള്ള ഏതെങ്കിലും സ്പെഷ്യൽ സന്ദർഭങ്ങൾ മാത്രമാണ് അവിടുന്ന് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുണ്യമായ വചനം ഇങ്ങനെ കാണാം: നിങ്ങൾ ആടുകളെ വളർത്തണം, ആട് വളർത്തുന്നവരിൽ വിനയമുണ്ടാകും. നിങ്ങൾ കുതിരകളുമായി അധികം ഇടപഴകരുത്, കാരണം കുതിരകളുമായി ഇടപഴകുന്നവരിൽ അഹങ്കാരം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു ഹദീസാണ് അങ്ങനെ. അപ്പോൾ തങ്ങളുടെ വാഹനം കഴുതയോ അല്ലെങ്കിൽ ഒട്ടകവുമാണ് അധികവും. ജിഹാദിന് വേണ്ടി ഉപയോഗിക്കേണ്ട വസ്തുവാണ് കുതിര. അതുകൊണ്ട് ജിഹാദ് സന്ദർഭങ്ങളിൽ കഴുതയേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി തങ്ങൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സഹാബിയെ പുറകിൽ വെച്ചിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതൊരു വാഹനത്തിൽ പുറത്ത് പോവുകയായിരുന്നു. അപ്പോൾ ആ വാഹനത്തിൻ്റെ കാല് വഴുതി അത് താഴെ വീണു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പുറകെ ഉണ്ടായിരുന്ന ആളും ഒന്ന് ചാഞ്ഞു പോയി, താഴെ വീണില്ല. പുറകിലുള്ള ആൾ കൂടുതൽ വീഴാൻ അടുത്തു. അപ്പോൾ പുറകിലുള്ള സഹാബി ഈ സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തൈസ ഷൈത്താൻ. തൈസ ഷൈത്താനു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാടൻ വാക്കുകളിലൊക്കെ പറയുന്ന ഒരു പദമാണ്. എന്താ അതിന് അർത്ഥം പറയാം? സാധാരണ നാടൻ ഭാഷയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന സമയത്ത് പിശാച് പറ്റിച്ചു എന്ന് പറയും. അതുപോലെ പറഞ്ഞാണ്. ചിലരൊക്കെ പറയും ഗ്രഹപ്പിഴ എന്ന് പറയും. ഗ്രഹപ്പിഴ എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ ആചാരമാണ്. ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ള തെറ്റായ ഒരു വിശ്വാസം ഉണ്ടായതാണ് ഈ പദം, ഗ്രഹപ്പിഴ എന്നുള്ള പദം. ആ ഷിർക്കിൻ്റെ പദമാണ്, ഉപയോഗിക്കാൻ പാടില്ല. ഗ്രഹത്തിന് പിഴയുണ്ടാകും, മനുഷ്യന് പിഴയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചില മാസികയുടെയൊക്കെ പുറകു ഭാഗത്ത് ഒരു വാരത്തിൽ എന്താ ഫലം എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഒരു പാരഫലമാണത്. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യുക, അവിടെ നിന്നുണ്ടായതാണ് ഏത്, ഗ്രഹപ്പിഴ. ചിലർ പറയും ആ ഗ്രഹപ്പിഴയാണ്. ഗ്രഹപ്പിഴ എന്നുള്ള പദം ഹൈന്ദവാചാരപ്രകാരം ഷിർക്കിൻ്റെ പദമാണ്, മുഅ്മിൻ പറയാൻ പാടില്ല. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞത്, പിശാച് പറ്റിച്ചു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിശാച് പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവനെന്തോ ഒരു കാര്യം ചെയ്തു എന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. തങ്ങൾ പറഞ്ഞു നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, തൈസ ഷൈത്താൻ എന്ന് പറയരുത്, പിശാച് പറ്റിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയെ പറ്റിക്കുക എന്ന് പറയുന്നൊരു പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് റസൂൽ തങ്ങൾ പറഞ്ഞു അങ്ങനെ വാക്ക് പറഞ്ഞാൽ പിശാച് വളർന്ന് വലുതാകും. എത്ര വലുതാകും? ഈ റൂം നിറയെ ഉണ്ടാകും, അത്രയും വലുപ്പത്തിൽ അവനാകും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് പറയാ, ബിസ്മില്ലാ എന്ന് പറയാ. ബിസ്മില്ലാ എന്ന് പറയാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഇന്നാലില്ലാ എന്ന് പറയാ. ഇപ്പം അള്ളാഹുലേക്ക് ചേർത്ത് അപകടത്തെ പറയുക, അള്ളാഹുവിൻ്റെ നാമത്തോട് ചേർത്ത് അപകടത്തെ പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സഗുറ ഷൈത്താൻ. ആ സമയത്ത് പിശാച് തീരെ ചെറുതാകും, മിഥല ദുബാബ്, ഈച്ച പോലായി പോകുന്നു. അവൻ്റെ ആ വാക്കിനോടുള്ള വെറുപ്പ്, നബിതങ്ങൾ അള്ളാഹുവിൻ്റെ വചനം പറയുമ്പോൾ അവൻ്റെ അലർജി കാരണമായി ആ വലിയ വീടിൻ്റെ അത്രയും വലുപ്പം ഉണ്ടാകേണ്ട പിശാച് എത്ര വലുപ്പമാവും, ഈച്ചയുടെ എത്രയാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനത്തെ പദപ്രയോഗം പാടില്ല എന്നാണ് അർത്ഥം. സത്യവിശ്വാസി ഏതെങ്കിലും സന്ദർഭത്തിൽ അവന് നന്മയുണ്ടാവട്ടെ തിന്മയുണ്ടാവട്ടെ, ഇന്നലെ നമ്മൾ കേട്ടല്ലോ സത്യവിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും ഖൈറിന് വേണ്ടിയാണ്. നന്മയുണ്ടായാൽ ശുക്ർ ചെയ്യും, അത് നന്മയാണ്. തിന്മയുണ്ടായാൽ അവൻ ക്ഷമിക്കും, അപ്പോഴതൊരു നന്മയാണ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ മുഅ്മിനായ മനുഷ്യൻ എന്ത് നല്ലത് വന്നാലും എന്ത് ചീത്തയായ കാര്യം വന്നാലും നേരെ എങ്ങോട്ട് വിടണം, അള്ളാഹുവിലേക്ക് വിടണം.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നുണ്ട്, ഖുൽ പ്രവാചകനെ അങ്ങ് പറ, ല യുസീബന ഇല്ലാമ കതബല്ലാഹു ലന, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നമുക്കൊന്നും വരില്ല എന്ന് തങ്ങൾ പ്രഖ്യാപിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഈമാൻ റെഡിയാക്കുകയാണ്. എന്ത് അപകടം ഉണ്ടായാലും നേരെ അള്ളാഹുവിലേക്ക്, അള്ളാഹു തീരുമാനിച്ച സംഭവിച്ചു. നമ്മൾ സാധാരണ ശരി ഈമാനുള്ളവരൊക്കെ പറയും, വിധി പോലെ വന്നു. ശരിയാണ്, വിധി പോലെ വന്നു. വിധി എന്ന് പറഞ്ഞാൽ ആരുടെ വിധിയാ? അള്ളാഹിൻ്റെ വിധി പോലെ വന്നു. അല്ലെ പറയും വിധിച്ചത് മാറുവോടെ എന്ന് പറയും. ശരിയാണ്, വിധിച്ചത് ഒരിക്കലും എന്തില്ല, മാറില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഹദീസ്, മൂസാ നബിയും ആദം നബിയും തമ്മിൽ തർക്കിച്ചൊരു സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. ആ പഴം തിന്നതിനെ മൂസാ നബി കുറ്റപ്പെടുത്തിയോ? നീ ആ പഴം തിന്നിട്ട് കുഴപ്പമുണ്ടാക്കിയല്ലെന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ അവിടെ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആ പഴം തിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ ആദം നബി പറയുന്നൊരു മറുപടി ഉണ്ട്. ഈ ആദമിനെ അള്ളാഹു പടയ്ക്കുന്നതിന് 25,000 വർഷം മുമ്പ് എഴുതിയ വിധിയാണ് ആദം എന്ത് ചെയ്യുന്നുള്ളത്, പഴം. പിന്നെ നീ എന്തിനാ എന്നെ ആക്ഷേപിക്കുന്നതെന്ന്? ആരോടാ? മകനോട്, മൂസാ നബിയോട്. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, അങ്ങനെ മൂസാ നബി ആദം നബി പരാജയപ്പെടുത്തി. കാരണം സത്യം പറഞ്ഞ ആരാണ്? ആദം നബി. 25,000 വർഷം എഴുതിയ വിധി എന്തായാലും എന്ത് ചെയ്യും, സംഭവിക്കുമല്ലോ. അതുകൊണ്ട് എന്നെ നീ എന്ത് ചെയ്യണ്ട മൂസ, നീ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്നാണ്. ഇതാണ് വിധിയോട് ബന്ധപ്പെടുത്തി പറയാം, അള്ളാഹുവിനോട് ബന്ധപ്പെടുത്തി പറയാം. ഏത് കാര്യവും സത്യവിശ്വാസി പടച്ചവനോട് ബന്ധപ്പെടുത്തി പറയാം. അവൻ എഴുതാത്തതും അവൻ തീരുമാനിക്കാത്തതും ലോകത്തൊന്നും സംഭവിക്കില്ല. പിശാചിന് യാതൊരു ബന്ധവുമില്ല. അള്ളാഹു ഈ പിശാചിനെ ആട്ടി പുറത്താക്കിയപ്പോൾ ഞാൻ നിൻ്റെ ഇബാദുകളെയൊക്കെ കുഴപ്പിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, എൻ്റെ നിഷ്കളങ്കരായ അടിമകളെ കുഴപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. നീ നിൻ്റെ കൂട്ടുകാരെ കുഴപ്പിക്കും, എൻ്റെ ഇബാദുകളെ നീ എന്ത് ചെയ്യില്ല, കുഴപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അള്ളാഹു തആല തിരുത്തി പറഞ്ഞു. ഖുർആൻ അള്ളാഹു തആല പറയുന്നതാണ്. അതുകൊണ്ട് പിശാചുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. അവനെ ആക്ഷേപിക്കുക, അവനെ മാറ്റി നിർത്തുക. പിന്നെ നമുക്കൊക്കെ, എനിക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, രഹസ്യമായിട്ട് കൂട്ടുകൂടും, പരസ്യമായിട്ട് ചീത്തയും വിളിക്കും. അതല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യുക, രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മുടെ ശത്രുവാണ്. എപ്പോഴും നമ്മളെ മാറ്റി നിർത്തിയേക്കുക. തിന്മകൾ വർജിക്കുക, അതിനെ മാറ്റി വയ്ക്കുക. പിശാചിനെ സഹായിക്കുന്ന പദം ഒരു മുഅ്മിനിൻ്റെ നാവിൽ നിന്നും വരാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമാണ്, പക്ഷെ അത് വലിയ കാര്യമാണ് എന്ന് തങ്ങൾ അതിൻ്റെ ഗൗരവം ഉണർത്തി തന്നു. അള്ളാഹു ഈമാൻ ശരിയായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ഈമാനിൽ മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.